വന്നിരിക്കുകയാണ്. പ്രേക്ഷകർ അത്യാവശ്യം നല്ല റെസ്പോൺസാണ് പറയുന്നത്. എന്താണ് ഈ സാഹചര്യം? ഇപ്പം നമ്മുടെ കൂടെയുള്ളവരും സുഹൃത്തുക്കളൊക്കെയാണ്, ടെക്നീഷ്യന്മാരൊക്കെയാണ് സിനിമ കണ്ടിരിക്കുന്നത്. അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നു. അതല്ലാതെ നമ്മുടെ കൂടെ അല്ലാത്ത ആളുകളെല്ലാവരും ഒന്ന് സിനിമ കണ്ട് അവർ പറയുന്നതാണ് അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യത്തിലാണ്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെടട്ടെ ആഗ്രഹിക്കുന്നു. ഒരു 4 വർഷത്തെ കഷ്ടപ്പാടാണ്. വെല്ലുവിളി ഉണ്ടായിരുന്നു. പിന്നെ 4 വർഷം എടുത്തോ ഇല്ലേ എന്നൊന്നും പ്രേക്ഷകർക്ക് അറിയേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ 4 വർഷം എടുക്കുന്നതിന് ഒരുപാട് റീസൺ ഉണ്ടായിരുന്നു. ഇത് നന്നാക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമല്ല 4 വർഷം എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയിൽ കുറേ സമയം പല പല കാരണങ്ങൾ കൊണ്ടും പല രീതിയിലും പോയി. പിന്നീട് ഇതെല്ലാം വീണ്ടും വീണ്ടും സ്വരുക്കൂട്ടി സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ശ്രമകരമായ ജോലിയായിരുന്നു. എല്ലാവരും എഫേർട്ടും എല്ലാവരും കൂടെ ടീം വർക്കായി നിന്ന് പ്രൊഡക്ഷനും എൻ്റെ ടീമും എല്ലാവരും ഓൾ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും കൂടെ സഹകരിച്ച് എല്ലാവരും ഒരു പ്രയത്നത്തിൻ്റെ ഫലമാണ്. ഈ പടത്തിലെ ഏറ്റവും വലിയൊരു ഇമോഷണൽ പ്രകടനം സത്യേട്ടനാണ്. അപ്പോൾ അത് എത്രത്തോളം ഒരു സത്യേട്ടൻ വളരെ പേഴ്സണൽ ഇമോഷണലാണ്. സത്യേട്ടൻ എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കര ഇമോഷണലായിട്ടുള്ളൊരു കാര്യമാണ്. അത് സത്യേട്ടൻ ചെയ്യാൻ വിചാരിച്ചിരുന്ന പടം അത് ചെയ്യേണ്ട ഒരു ദൗത്യം വരുന്നു. അത് മോശമാവാത്ത രീതിയിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ കഴിയും വിധം ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു നോവലാണ്. നോവൽ സിനിമ ആക്കുമ്പോഴത്തേനും അപ്പോൾ അതിനകത്ത് ഓൾറെഡി അതൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഉള്ള നോവൽ തന്നെയായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു കഥ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തോന്നുന്ന നമുക്ക് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം തോന്നുന്ന രീതിയിലോട്ട് അതിനെ മാറ്റുക എന്നുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അത് നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കണം. എല്ലാവരും പറയുന്നത് മ്യൂസിക്കിനകത്ത് ഭയങ്കരമായിട്ട് ആൾക്കാർ തീർച്ചയായിട്ടും നമുക്ക് പകുതി 50% മാത്രമേ നമ്മുടെ ജോലി ആവുന്നുള്ളൂ. ബാക്കി ആ സിനിമനെ എലിവേറ്റ് ചെയ്യുന്നതും 50% തരുന്നതും ജെയ്ക്സ് ബിജോയുടെ സപ്പോർട്ട് തന്നെയാണ്. അത് ഭയങ്കരമായിട്ട് സിനിമേനെ അപ്ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. രാജുവിനെ രാത്രി ഇന്നലെ സംസാരിച്ചായിരുന്നു. ഇപ്പോൾ ഞാൻ വിളിച്ചിട്ടില്ല, ഇതൊന്ന് വിളിക്കണം. എല്ലാവരും സിനിമ കാണും, മുൻവിധി ഇല്ലാതെ പോയി കാണുക. നിങ്ങൾക്ക് നിരാശപ്പെടുത്തില്ലെന്ന് വിചാരിക്കുന്നു. നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു.